ഈ ഒരു സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നു? അത് തന്നെ എനിക്ക് ഞാനതിനെ തന്നെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമല്ലേ, അതൊന്ന് ക്ഷമിച്ചു വിട്ടേക്കും. അപ്പൊ ഈ ഒരു മുതലിനെ കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളും മുന്നേ നല്ല ട്രെൻഡിങ് പോയിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും ട്രെൻഡിന് കുറവൊന്നുമില്ല. ഒരുപാട് പേര് ടേബിളിൽ ഇപ്പൊ ഇത് കാണാനുണ്ട്. അത് കാണാൻ നല്ല രസമല്ലേ? അപ്പൊ തൊട്ടുള്ള ആഗ്രഹമാണ് എനിക്കിത് വേണമെന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രൈസ് നോക്കി ചെന്നപ്പോൾ കണ്ണു തള്ളിപ്പോയി. അത്രക്കും നല്ല വിലയുണ്ട് സാധനത്തിന്. അപ്പൊ പിന്നെ വാങ്ങിക്കൽ നടക്കൂല എന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ച്. എന്നാ പിന്നെ എന്താ ചെയ്യാ, ഉണ്ടാക്കിയെടുക്കണം. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ ഓട്ടോമാറ്റിക് എലിക്കിന്റെ 7 അയലത്ത് ഈ ഒരു ഓട്ടോമാറ്റിക് എലിക്ക് എത്തൂല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമല്ലേ, അത് ഞാൻ ചെയ്യുന്നു മാത്രം. അപ്പൊ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചു വിട്ടേക്ക്. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് വാരിയെടുത്ത മണ്ണും കൊണ്ട് കൂട്ടിക്കുഴച്ചുണ്ടാക്കിയിട്ടില്ലേ, അത് വെച്ചിട്ടാണ് നമ്മി മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ലേശം കൂടുതൽ ഇട്ടതാനും. നമ്മുടെ എലിക്കൂട്ടൻ ഉണങ്ങി കിട്ടാൻ ഏകദേശം 2-3 ദിവസമൊക്കെ എടുക്കും. അതുകൊണ്ട് ഇതിന്റെ മേക്കിംഗ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയാൻ മറക്കില്ലല്ലേ. ഇതിന് പുറമെ വേറൊരു സാധനം കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. അതെന്താന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റും പോലെ ഞാനത് ചെയ്ത് കാട്ടിത്തരാം. അപ്പൊ ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കില്ലല്ലേ. അപ്പൊ ശരി, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാവേ.